മോഹിപ്പിക്കാൻ കഴിയും, വേദനിപ്പിക്കാൻ കഴിയും, കരയിപ്പിക്കാൻ കഴിയും, സന്തോഷിപ്പിക്കാൻ കഴിയും. എന്നാൽ അതേപോലെ സ്നേഹിപ്പിക്കാൻ കഴിയില്ല. അത് സ്വയമേ രൂപപ്പെട്ട് വരേണ്ടതാണ് എന്ന കാരണം കൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കിട്ടുന്ന സ്നേഹത്തിന് വില കൽപ്പിക്കണം. നമ്മളോട് വേറൊരാൾക്ക് സ്നേഹം ഉണ്ട് എങ്കിൽ അത് വെറുതെ ഉണ്ടായതല്ല. അത് അയാളുടെ ഉള്ളിൽ അയാൾ പോലും വിചാരിക്കാതെ അയാളുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നതാ. അതിൽ ദൈവികമായ ഒരു സ്പർശമുണ്ട്. രണ്ടാമത്തെ കാര്യം, കിട്ടാത്ത സ്നേഹത്തിന് യാചിക്കാതിരിക്കലുമാണ്. യാചിച്ചിട്ട് കിട്ടേണ്ടതല്ല അത്. സഹതാപത്തിലൂടെ കിട്ടേണ്ടതല്ല അത്. ഒരാളുടെ ഉള്ളിൽ മറ്റൊരാളോട് ഇയാൾ പോലും വിചാരിക്കാതെ രൂപപ്പെടേണ്ട ഒരമൂല്യമായ നിധിയുടെ പേരാണ് സ്നേഹം.